അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ പുനരാരംഭിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത് സാർ, 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ അഫ്ഗാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നും മാറി ചിന്തിക്കുന്നു. താലിബാനുമായി ഇന്ത്യ അടുക്കുകയാണ് എന്ന് ഈ ഒരു തീരുമാനത്തിലൂടെ കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഈ പകൽഗാം ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പോയത് താലിബാൻ. ഈ താലിബാൻ പ്രവിശ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് പാകിസ്ഥാൻ ബോർഡർ ആണല്ലോ. എനിക്ക് തോന്നുന്നു വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് അഫ്ഗാനും കിഴക്ക് ഇന്ത്യയുമാണ്. അതിന്റെ നടുക്കാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അപ്പം ഇതിന്റെ ബോർഡർ കൂട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ. ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ പാകിസ്ഥാൻ നിൽക്കുന്നു. അപ്പൊ ഈ താലിബാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം നിങ്ങൾക്കറിയാലോ, പാകിസ്ഥാൻ അവിടെ പോയി വാ ചേട്ടാ വന്നല്ലോ, ഞങ്ങളുടെ ചേട്ടൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ പൊക്കി കാലും ഒക്കെ പൊക്കി ബംഗ്ലാദേശിന് വന്ന പോലെ അവസ്ഥ വന്നില്ലേ. അവരെ പിടിച്ച് ഇപ്പൊ കാണിച്ചു തരാം, ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നു. കാരണം താലിബാനെ കൊണ്ട് ഇന്ത്യയെ കൂട്ടിച്ചേർന്ന് അടിക്കാനും ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള സംവിധാനങ്ങളും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നു. ഈ താലിബാനെ അറിയാമല്ലോ, ലോകത്ത് ഐഎസിന്റെ ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകര സംഘടനകളുടെ ഒരു വേർഷൻ, അല്ലെങ്കിൽ അവരുടെ സഹായമുള്ള, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്ന സാധനം ഇതൊരു രാജ്യത്തിന്റെ തലപ്പത്ത് വരുന്നു. അപ്പൊ അമേരിക്ക അവിടുന്ന് താലിബാന്റെ ശല്യം അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ പട്ടാളം അവിടെ നിന്ന് തിരിച്ചു കയറിപ്പോന്നു. താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുക്കുന്നു, അവരുടെ ഭരണം വരുന്നു. ലോകത്തുടനീളമുള്ള ഒരു രാജ്യത്തിനും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാത്ത ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയും നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരസ്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ത്യ ഒരു കാര്യം ചെയ്തു. നരേന്ദ്രമോദി പട്ടിണി കിടന്ന താലിബാന് മരുന്ന് കൊടുത്തു, പട്ടിണി കിടന്ന താലിബാന് ഗോതമ്പ് കൊടുത്തു, പട്ടിണി കിടന്ന താലിബാന് അരി കൊടുത്തു. അതായത് അവർക്ക് വേണ്ട സഹായങ്ങൾ, എത്ര വലിയ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ മനോഭാവമുള്ള ആളാണേലും ഇന്ത്യയുടെ ശത്രുവാണേലും മാനുഷിക പരിഗണന ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ നിഷേധിച്ചപ്പോൾ നമ്മൾ അവരെ സഹായിച്ചു. പക്ഷെ അവർക്ക് നന്ദിയുള്ളവരാണ്. ആ സഹായത്തിന് പകരമായിട്ട് അതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ എപ്പോഴും ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം വേണം എന്നുള്ള ഒരു കാര്യമായിട്ട്. പക്ഷെ ഇന്ത്യ പരസ്യമായിട്ട് ഉള്ള ടോക്കുകളൊന്നും നടത്തും. ബാക്ക് ടോക്കുകൾ അല്ലെങ്കിൽ ബാക്ക് ഡോർ ടോക്കുകളൊക്കെ നടന്നിട്ടുണ്ടാവും, അത് നമുക്കറിയത്തില്ല. പക്ഷെ ഇതിനുശേഷം അവർ കുറേശ്ശെ നിലപാടുകൾ അല്ലെങ്കിൽ ഡെവലപ്പായി വരുന്നു. ഇന്ത്യക്കകത്ത് നമ്മളിപ്പം ആരെങ്കിലും അറിയാവുന്ന താലിബാനിൽ പോയി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി ബിസിനസ് ചെയ്യുന്ന ഇന്ത്യക്കാരോട് ചോദിച്ചാൽ മതി എന്തൊരു വലിയ ബഹുമാനമാണ്. ഇന്ത്യയുടെ പല ആൾക്കാരും അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള തുറമുഖം, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗമായിട്ടുള്ള തുറമുഖം അവിടെ ഉണ്ട്. ആ തുറമുഖത്തിനൊക്കെ പൂർണ്ണ സംരക്ഷണവും സുരക്ഷിതത്വവും, അല്ലെങ്കിൽ ഇന്ത്യക്ക് അവിടെ എന്ത് ചെയ്യുന്നതിനും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇന്ത്യ ഗവൺമെന്റിലോട്ട് വളരെ മര്യാദയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു താലിബാനെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും മര്യാദകെട്ട ഒരു സമീപനം പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഈ താലിബാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പൊ താലിബാന്റെ ഒരു ബോർഡർ ഉണ്ട് പാകിസ്ഥാനായിട്ട്. ഒരു ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ആര് വന്നാലും ഈ ബോർഡർ അവർക്ക് തർക്കമാണ്. അപ്പൊ താലിബാൻ വന്നപ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ആ ബോർഡർ തർക്കമുള്ള നേരത്തെ വന്ന ഭരണാധികാരികളൊക്കെ ഇരുന്ന സമയത്ത് ഈ ബോർഡർ തർക്കം. കാരണം അവർ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബോർഡർ, ഇതിനകത്ത് ഞങ്ങളുടെ ബോർഡർ ഇതല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറിയാണ് ഞങ്ങളുടെ സ്ഥലം, അത് തിരിച്ചു തന്നേ പറ്റുള്ളൂ. പാകിസ്ഥാൻ പറയുക തിരിച്ചു തരാൻ പറ്റത്തില്ല. ഇപ്പൊ ബോർഡറിലോ ഭയങ്കര അടിയാ, തെഹ്രീക്കെ താലിബാന്റെ അടിയുണ്ട്, ആ പറയുന്ന പോലെ അഫ്ഗാനുമായിട്ടുള്ളത്. അപ്പൊ നിരന്തരം അവനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമുക്കതൊരു ഗുണമാണ്. നമുക്ക് ഇപ്പുറത്ത് നിന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ചടിക്ക് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയി എന്ത് പറഞ്ഞു നമുക്കറിയത്തില്ല, എന്താണ്ടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ജൂൺ 15-ാം തീയതി ആണെന്ന്, കഴിഞ്ഞ മാസം നമ്മുടെ വിദേശകാര്യമന്ത്രി അവരുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചു. അതായത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് നയതന്ത്ര ബന്ധം താലിബാനുമായിട്ട് ഇന്ത്യ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന താലിബാനെ ഇന്ത്യ ചേർത്ത് പിടിക്കുമ്പോൾ താലിബാൻ ഇനി ലോകത്തിന് ഇടയിൽ ആക്സസ് ഉണ്ടാകും. പല രാജ്യങ്ങളും താലിബാനുമായിട്ട് സംസാരിക്കാൻ.
ബിസിനസ് ചെയ്യാൻ, താലിബാനെ കരുതാൻ, താലിബാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ ഒക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. താലിബാന് വലിയ അനുഗ്രഹമാണ്. അപ്പം ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അവന്മാരെ എല്ലാം പുറത്താക്കിയുള്ളൂ. പാകിസ്ഥാനി മൊത്തം ഇറങ്ങിപ്പോക്കോളം. ഇവിടെ പാകിസ്ഥാനി സാധാരണക്കാരായിട്ടുള്ള പാവത്തുങ്ങളായിട്ടുള്ള പാകിസ്ഥാനികളൊക്കെ ഉണ്ട്. അവൻ ഇവിടെ വന്ന് ബിസിനസ്സും ഒക്കെ ചെയ്ത് പച്ചരി കുടിച്ച് വെള്ളവും കുടിച്ചൊക്കെ കിടന്നിട്ട് അവന്റെ വീട്ടിലേക്ക് 10 പൈസ അയച്ചു കൊടുക്കുന്നു. ബംഗാളികൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ചെറുകിട ബിസിനസ്സുകാരും കച്ചവടക്കാരെയും എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ നമ്മൾ പോർട്ടലിൽ കഴിഞ്ഞ ദിവസം ഈ നീതു പറഞ്ഞതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. താലിബാനിലുള്ളവർക്ക് വിസ അനുവദിക്കുന്ന ഒരു അവസരം 2021-ലാണെന്ന് തോന്നുന്നു. നമ്മളിത് വിസ വേണ്ട, അല്ലെങ്കിൽ നയതന്ത്ര കാര്യാലയങ്ങളും ഒക്കെ അടച്ചുപൂട്ടി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു അവസരം ഇപ്പൊ വിസ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വിസ അനുവദിച്ചിരുന്ന ആർക്കാ? അവിടെ ചികിത്സിക്കാൻ വരുന്നവർക്ക് വിസ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് വരാം, വിദ്യാർത്ഥികൾക്ക് വരാം, അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലയിലുമുള്ള ആൾക്കാർക്ക് വരുന്നതിന് അവർക്ക് ഇവിടെ അപേക്ഷ സ്വീകരിക്കും. ഇന്ത്യ പറയുന്ന നിബന്ധന അനുസരിച്ചുള്ളവരാണെങ്കിൽ ഇന്ത്യ പരിശോധിക്കും, അവരെ ഇവിടെ കൊണ്ടുവരും. ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനികൾ ഇന്ത്യയിൽ ഒരുപക്ഷെ നടത്തിക്കൊണ്ടിരുന്ന സംവിധാനങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി ആ സംവിധാനങ്ങൾ, ആ ഗ്യാപ്പുകളിൽ ഇനി അഫ്ഗാനികൾ വന്ന് അത്തരത്തിൽ ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ കൂടെയാണ് ഈ പറയുന്ന അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ. നമ്മൾ പറയുന്നത് പോലെയാണ്. അതിനുശേഷം അവരുടെ സൈനിക ബലം വർദ്ധിച്ചു. തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ സൈനിക ബലം വർദ്ധിച്ചു. ഈ തെഹ്രീക്കെ താലിബാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അറിയാമല്ലോ, പാകിസ്ഥാനകത്ത് ഈ പറയുന്ന അഫ്ഗാനികൾ കണ്ടമാനമുണ്ട്. ഒരു 17 ലക്ഷം അഫ്ഗാനികൾ അവിടെ ഉണ്ട്. ആ അഫ്ഗാനികളെ പുറത്താക്കണം. ഈ 17 ലക്ഷത്തിനെ ഇവന്മാർ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഈ 17 ലക്ഷത്തെ കൊണ്ട് ബോർഡറിലിട്ടു. അഫ്ഗാൻ പറഞ്ഞു ഇവന്മാർ ഇവിടുത്തുകാരൊന്നുമില്ല, കൊള്ളക്കാരാ, നിന്റെയൊക്കെ വർഗമാ, ഞങ്ങൾക്ക് ഇതിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ബോർഡറിൽ കുറെ നാൾ കിടന്നു. ഈ ബോർഡറിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ട് പോയി തിരിച്ച് പാകിസ്ഥാനിൽ കയറിയോ താലിബാനിൽ കയറിയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ തെഹ്രീക്കെ താലിബാൻ ഇതിനകത്ത് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഭീകര ഗ്രൂപ്പാണ്. അവര് പറയുന്നത് ഞങ്ങൾക്ക് ഈ താലിബാൻ ബോർഡർ വേണമെന്ന് താലിബാനും അഫ്ഗാനും പറയുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാൻ തന്നെ വേണമെന്ന്. പാകിസ്ഥാനെ പിടിച്ചെടുത്തിട്ട് ഭരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്തെല്ലാം ഈ പറയുന്നതിൽ അവർക്കെല്ലാം ഇപ്പൊ ഭയങ്കര ആവേശവും ശക്തിയൊക്കെ എവിടുന്ന് വരുമെന്ന് അറിയില്ല. ബാധ ഉയർന്ന പോലെ ഇവന്മാരങ്ങ് നിൽക്കുക ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ. അപ്പം അതിന്റെയൊക്കെ ഇന്ത്യ ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ബോർഡർ കൂട്ടിയോജിപ്പിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് അവർ സ്ഥിരമായിട്ട് അടി കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊരടിക്ക് പ്രയാസമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ സഹായിക്കുന്ന ഈ ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം എന്നൊക്കെ പറഞ്ഞാല് അന്നേരം സൗകര്യപ്പെടുന്ന നമ്മളെ ഇപ്പൊ നീതുവിനെ ഒരാള് ഇന്നലെ വരെ ശത്രുവൊക്കെ കാര്യം ശരിയാ, ഇന്ന് രാവിലെ വന്ന് ഏറ്റവും ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കുകയാണെങ്കിൽ ഇന്നലെ ഇയാളെന്നെ ശത്രുവായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയൊന്നും ഇപ്പൊ ഇല്ല ഇന്ത്യക്ക്. ഇന്ത്യക്ക് ശത്രു മിത്രമൊന്നും ഇല്ല. ഇന്നലെ നീ ശത്രുവാണോ, ഇന്ന് നമ്മുടെ ലൈനിൽ വന്നോ, അല്ലെങ്കിൽ നമുക്ക് നിന്നെ പ്രയോജനപ്പെടുത്താൻ ഒക്കും. അപ്പൊ അവനെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന നയതന്ത്രമാണ് ഇപ്പൊ ഇന്ത്യ. അപ്പൊ ഇവിടത്തെ ഈ മീഡിയ വണ്ണുകാരന് ഇവിടുത്തെ പിന്നെ കുറെ ആൾക്കാരുണ്ട്. മീഡിയ വണ്ണിന് വലിയ വിഷമം, താലിബാനുമായിട്ടുള്ള ബന്ധവും അതൊക്കെ ഇന്ത്യക്ക് പറ്റുമോ, അങ്ങനൊക്കെ ചെയ്യാമോ? ഇന്ത്യ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെയും ബുദ്ധന്റെയും ഒക്കെ നാടല്ലേ? എടാ, ഇന്ത്യ മഹാത്മാഗാന്ധിയുടെയും ബുദ്ധന്റെയും ഒക്കെ നാടാ. ഇതുവരെ അടി മേടിച്ചോണ്ടിരുന്നതല്ലേ മഹാത്മാഗാന്ധി ഒരു ചെവിടത്ത് അടിക്കുമ്പോൾ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതേ നിവർത്തിയുള്ള. അവന്റെ മുമ്പിൽ ചെവിട് കാണിച്ചു കൊടുക്കുക, കൈയും പൊക്കിന്ന് അവൻ കൈയും മരിച്ചൊടിച്ച് നടുവും ചവിട്ടി ഒടിച്ച് വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. അന്നേരം പുള്ളി അന്ന് അത് അവലംബിച്ചതാ. മനസ്സിലാവുന്നുണ്ട്? ഈ ബുദ്ധനും ഒക്കെ നമുക്ക് നമ്മുടെ ആളാ. പക്ഷെ കാര്യം ശരിയാ, ഇപ്പം ബുദ്ധന്റെയും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെയും ഒന്നും കാര്യമില്ല. നമ്മൾ ആ രീതി കാര്യം പറയും. അവൻ ഈ ബുദ്ധനും മഹാത്മാഗാന്ധിയും ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ബുദ്ധനെയും മഹാത്മാഗാന്ധിയും ഒക്കെ വെച്ച് കാര്യം പറയാൻ നിൽക്കുന്നത്. അവന് ബുദ്ധനും മഹാത്മാഗാന്ധിയും ഒന്നുമല്ല. വാളെടുത്തിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളും വാളെടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിലേക്ക്. അപ്പൊ പഴയ ചേരാ നയമൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇവിടുത്തെ കുറെ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഗാന്ധിയുടെ ആൾക്കാരാ. പക്ഷെ ഇപ്പൊ മറ്റേ ചെള്ള നമ്മൾ കാണിച്ചു കൊടുക്കത്തില്ല. നമ്മുടെ ഒരു ചെള്ളക്ക് അടിച്ചാൽ 9 ചെള്ളക്ക് അവന്റെ അടിക്കും. അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഈ അറിയാമല്ലോ, ഈ ഭഗവത്ഗീതയ്ക്കകത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞുള്ള സിസ്റ്റമാണ്. നമുക്ക് ശത്രുവിനെ നോക്കിയിട്ട് നേരത്തെ ഉള്ള സെന്റിമെന്റ്സ് കാര്യങ്ങളൊന്നും ആലോചിക്കുന്ന ഒരു അവസ്ഥയില്ല. അടിച്ചടി തിരിച്ചു കൊടുക്കും. അപ്പൊ നയതന്ത്ര ബന്ധം ഇപ്പൊ താലിബാൻ വരുന്നു, ഓക്കെ, അവനോട് വന്നിട്ട് അവൻ സ്കൂളിൽ പിള്ളേരെ വിടുന്നുണ്ട്. നമ്മക്ക് എന്താ വേണം അവന്റെ സ്കൂളിൽ പിള്ളേരെ വിടാത്തത്? ഇപ്പൊ നീതു സ്കൂളിൽ പിള്ളേരെ വേണ്ടായെന്ന് നീതു തീരുമാനിച്ചപ്പോൾ ഞാനെന്ത് ചെയ്യാൻ സങ്കടപ്പെടുന്നത്? സങ്കടം കാണുമായിരിക്കും, എനിക്കത് തടവേണ്ട കാര്യമല്ല. പെണ്ണുങ്ങളോട് ക്രൂരത കാണിച്ചോട്ടെ, നീ ഇയാളെ അവിടെ പോയി നിർത്ത്. നമ്മൾ ഇവിടുത്തെ പെണ്ണുങ്ങളോട് ക്രൂരത കാണിക്കാതിരുന്നാ പോരെ? അപ്പൊ ആ രീതിയിലൊക്കെയുള്ള സങ്കടമൊന്നും വേണ്ട. ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന ആരായാലും ഇന്ത്യയുടെ കൂടെ നിൽക്കും. ഇന്ത്യക്ക് ശത്രുവിനെ എതിർക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിന്ന് ആ ശത്രുവിനെ എതിർക്കുന്ന ആരാന്ന് വെച്ചാൽ താലിബാൻ അല്ല, ഏത് ഭൂലിബാൻ ആയാലും
പൂലന്തേവി ആയാലും നമ്മൾ കൂടെ നിർത്തും. അതാണ് നമ്മുടെ നയതന്ത്ര ബന്ധം. അവനെ നമ്മളെ സഹായിക്കും. അപ്പൊ ആ രീതിയിലേക്കുള്ള കരച്ചിലൊക്കെ കരയുന്നവര് അങ്ങനെ കരയുകയൊന്നും വേണ്ട. ഏതായാലും അവർ അതിർത്തി കടന്നെത്തുന്നു, പാകിസ്ഥാന് ഭയന്ന് വിറയ്ക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതാണ് താലിബാനെ ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ അംഗീകാരം താലിബാന് ലോകത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് വരും. താലിബാൻ ഇനിയും ലോകത്തിന്റെ നെറുകയിൽ പക്ഷെ മര്യാദ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു അവസ്ഥ വരും. ഏതായാലും നമ്മുടെ മുമ്പിൽ മര്യാദയുണ്ട്. ഇനി അവൻ മറ്റൊരാളുടെ മുമ്പിൽ എന്ത് കാണിക്കും എന്നുള്ള പറ്റി നമുക്കറിയത്തില്ല. നമ്മുടെ മുമ്പിൽ മര്യാദ, ഇനി ഇച്ചിരി മര്യാദ കാണിച്ച് അത് നമുക്ക് അവനെ മര്യാദക്കാക്കാനുള്ള സംവിധാനം ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അതിപ്പോ താലിബാന് മനസ്സിലായി കാണും, യൂനസിന് മനസ്സിലായി കാണും, ട്രംപിന് മനസ്സിലായി കാണും, ലോകത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. അപ്പം മര്യാദയ്ക്ക് നിന്ന മര്യാദ, ആ ചേരിചേരാ നയമൊന്നും നമുക്കിപ്പോ ഇല്ല. നമ്മളെ അടിക്കാൻ നമ്മൾ അടിക്കും, തീർത്തടിക്കും, ആവശ്യം പോലെ അടിക്കും, മതിയാവോളം അടിക്കും, നിർത്താൻ പറയുന്നിടം വരെ അടിക്കും. അതാ ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞ ഒന്ന് നിർത്തി തന്നെ നിർത്തി. ഇനി നിനക്ക് അടിക്കണമെന്ന് തോന്നുന്നു ചൊറിഞ്ഞാ മതി, നമ്മൾ അടിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും താലിബാനൊപ്പമുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ. അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം. അപ്പോൾ അഫ്ഗാൻ പൗരന്മാർക്ക് ഇന്ത്യ ഇതാ വിസ നൽകിയിരിക്കുന്നു. വിസ നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യ താലിബാൻ ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തു നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് അനുകൂലമായി, രാജ്യത്തിന് അനുകൂലമായി ഏത് രാജ്യം, ഏത് പ്രസ്ഥാനം നിൽക്കുന്നോ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നയം മാത്രമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.